പരാജയങ്ങളെ വെല്ലുവിളികളാക്കുക. ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടാത്തവരായി ആരുമുണ്ടാകുകയില്ല. ഏത് കർമ്മപദ്ധത്തിലായാലും അത് സംഭവിക്കാം. പരാജയത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ചിലർ നിരാശ ബാധിച്ച് വാടിത്തളർന്ന് പിന്മാറ്റത്തിലേക്ക് പോകുന്നു. മറ്റു ചിലർ പരാജയത്തെ ഒരു വെല്ലുവിളിയായി എടുത്ത് കൂടുതൽ നിശ്ചയദാർഢ്യത്തോടും ഊർജിത വീര്യത്തോടും ആത്മവിശ്വാസത്തോടും നേരിടുന്നു. ജീവിതത്തിന്റെ ഏതു മേഖലയിലായാലും വിജയം കൈവരിച്ചിട്ടുള്ളവർ പരാജയങ്ങളെ വെല്ലുവിളിയായി എടുത്ത് ഉത്സാഹപൂർവം വീണ്ടും കർമ്മരംഗത്ത് വ്യാപൃതരായിട്ടുള്ളവരാണ്. പുനരാരംഭിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. വളരെ പ്രയാസമേറിയ സംരംഭമായിരിക്കാം. എന്നാൽ നിങ്ങളുടെ നേരത്തെയുള്ള അധ്വാനം വെറുതെയായി എന്ന് ചിന്തിക്കരുത്. അതിൽ നിന്ന് പല പാഠങ്ങളും ഉൾക്കൊള്ളാം. ഗലീല തടാകത്തിന്റെ തീരത്ത് യേശു എത്തിയപ്പോൾ വലിയ ജനസമൂഹം അദ്ദേഹത്തിന്റെ പ്രബോധനം കേൾക്കുവാനും രോഗശാന്തി പ്രാപിക്കുവാനും മറ്റുമായി അവിടെ കൂടി വന്നു. ജനം തിങ്ങിക്കൂടിയതുകൊണ്ട് സമീപത്ത് വലയം കഴുകി തങ്ങളുടെ വഞ്ചിയുമായി നിൽക്കുന്ന പത്രോസിനെയും കൂട്ടുകാരനെയും കണ്ടു. അവരുടെ വഞ്ചിയിൽ യേശു കയറിയിരുന്നു കൊണ്ട് ജനത്തെ സംബോധന ചെയ്തു. പ്രബോധനം തീർന്നപ്പോൾ പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് വഞ്ചി നീക്കി വലയെറിയുക, മത്സ്യം കിട്ടും. പത്രോസിന്റെ മറുപടി, ഗുരു, ഞങ്ങൾ രാത്രി മുഴുവൻ വലയെറിഞ്ഞ് അധ്വാനിക്കുകയായിരുന്നു. ഒരു മീനെ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. മീൻപിടുത്തം തൊഴിലാക്കിയിട്ടുള്ള പരിചയസമ്പന്നനായ ഒരു വ്യക്തിയുടെ നിരാശ നിറഞ്ഞ വാക്കുകൾ. പത്രോസ് വളരെ ക്ഷീണിതനും അവശനുമായിരുന്നു. എങ്കിലും യേശുവിൻ്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് വലയെറിഞ്ഞു. വല വലിച്ചപ്പോൾ അതിനുള്ളിലെ മത്സ്യത്തിന്റെ പെരുപ്പം പത്രോസിന് ബോധ്യമായി. വല കീറിപ്പോകുമോ എന്നുപോലുമുള്ള ആശങ്കയോടെയാണ് വല വലിച്ചു കയറ്റിയത്. പിന്മാറ്റം എന്നുള്ളത് പരാജിതരുടെ പദമാണ്. മുന്നേറ്റം എന്നതായിരിക്കണം നമ്മുടെ ദർശനം. വിജയമാണ് നമ്മുടെ ലക്ഷ്യം. അതിനിടയിൽ ചില പരാജയങ്ങളും പ്രശ്നപൂർണമായ സാഹചര്യവും ഉണ്ടാകാം. പക്ഷേ അത് നമ്മെ നിഷ്ക്രിയരോ നിരാശരോ ആക്കാൻ പാടില്ല. സ്ഥിരനിഷ്ഠരായി നമ്മുടെ പരിശ്രമം തുടരട്ടെ. വിജയം സുനിശ്ചിതമായിരിക്കും.